ഹായ് ഫ്രണ്ട്സ്, അജിന്ത്യ ബ്രിസ ഫാമിലി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് പാലല്ല കേട്ടോ, ഞാൻ കുറച്ച് സോയാബീൻ വേവിക്കാനായിട്ട് വെച്ചതാണ്. അത് കഴിഞ്ഞ് അതൊന്ന് തിളപ്പിച്ചതിന് ശേഷം അത് ഇറക്കി വെച്ച് ഒരു ചീനിച്ചട്ടി വെച്ചിട്ട് കുറച്ച് നാളികേരം വറുക്കാണ് കേട്ടോ. ഇന്ന് എൻ്റെ കയ്യിൽ ആ സ്റ്റാൻഡില്ല ഫോൺ വെക്കുക, അപ്പൊ എൻ്റെ കയ്യിൽ പിടിച്ചിട്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്യണത് കേട്ടോ. അപ്പൊ അതിൻ്റെ അതുകൊണ്ടാണ് ഇങ്ങനെ ഇടയ്ക്ക് ഷെയ്ക്കായി പോകുന്നത്. അതിലേക്ക് കുറച്ച് നാളികേരത്തിൽ കുറച്ച് സവാളയും വെളുത്തുള്ളിയും ചേർത്തു. എന്നിട്ട് അത് നല്ലപോലെ വഴറ്റിക്കൊണ്ടിരിക്കുക കേട്ടോ. നല്ലപോലെ വഴറ്റിയെടുക്കണം. എന്നിട്ട് വേണം നമുക്ക് കരയാമ്പൂ ചേർത്തു. അതിലേക്ക് ഒരു 3-4 കരയാമ്പൂ. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് എന്താ പറയാ മറ്റേ പെരിഞ്ചീരകം കേട്ടോ, പെരിഞ്ചീരകം കുറച്ച് ചേർക്കുന്നുണ്ട്. അല്ലെന്ന് വെച്ചാൽ ഒരു ടേസ്റ്റ്. 2 ഏലക്ക ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പെരിഞ്ചീരകവും കൂടി ചേർത്ത് വെക്കും. അപ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് വരിക. എനിക്ക് മസാലക്കറിയിൽ എനിക്ക് മേടിക്കുന്ന മസാലപ്പൊടി എനിക്ക് പറ്റില്ല. എനിക്ക് അത് കഴിക്കുമ്പോൾ എനിക്ക് ഛർദ്ദിക്കാനായിട്ട് വരുന്ന പോലെയാണ്. അതുകൊണ്ട് ചിക്കൻ എന്ത് വെക്കായാലും ഞാൻ തന്നെ വെക്കുന്ന മസാലയാണ് കേട്ടോ. എന്നിട്ട് നന്നായി അത് വറുത്തതിന് ശേഷം കുറച്ച് 1 സ്പൂൺ മല്ലിപ്പൊടി ചേർക്കും. മല്ലിപ്പൊടി നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുക. നല്ലപോലെ മിക്സ് ചെയ്യണം കേട്ടോ. എന്നാലാണ് അതിൻ്റെ ഒരു മണമൊക്കെ വരുള്ളൂ. നല്ലപോലെ അത് വേവും വേണം. അതിനുശേഷം നല്ലപോലെ മഞ്ഞൾപ്പൊടി എടുക്കാനായിട്ട് പോയതാണ്. അങ്ങനെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഞാൻ വിതറും. അങ്ങനെ മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം അതും നല്ലപോലെ ഇളക്കി മറിക്കണം. എന്നാൽ അപ്പോൾ അതിൻ്റെയൊക്കെ എല്ലായിടത്തേക്കും ആ മഞ്ഞൾപ്പൊടിയുടെ ഒരു ഇത് എത്തിച്ചേരണം. മഞ്ഞൾപ്പൊടിയുടെ ഒരു സ്മെല്ലൊക്കെ എത്തിച്ചേരണം. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ ചെയ്യണത്. എന്നിട്ട് നല്ലപോലെ അത് വഴഞ്ഞു വന്നതിന് ശേഷം നമുക്ക് പിന്നെ കുറച്ച് മുളക് പൊടിയൊക്കെ ചേർത്താൽ മതി. കാരണം മുളക് പൊടി ഇട്ടിട്ട് ഒരുപാട് തീയൊന്നും വേണ്ട. അപ്പൊ മുളക് പൊടി പെട്ടെന്ന് മൂത്ത് റെഡിയാകും. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് തീയൊക്കെ കുറച്ച് വെച്ചതിന് ശേഷം മാത്രം നമുക്ക് മുളക് പൊടി ചേർത്താൽ മതി. മുളക് പൊടി ഞാൻ 2 സ്പൂണായിട്ട് ചേർത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഇത് നല്ലപോലെ ഇളക്കണം. നല്ലപോലെ ഇളക്കിയിട്ട് നമുക്കത് മാറ്റി വെക്കാം. എന്നിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് എന്താ പറയാ പെരിഞ്ജീരകത്തിന്റെ പൊടിയും കൂടി ചേർത്ത് എനിക്കെന്തോ ചേർക്കണം എന്ന് തോന്നിയിട്ട് പിന്നെ അങ്ങനെ ചേർത്ത് പോയി. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ സവാള ഇട്ടു, ഇഞ്ചി ഇട്ടു, വെളുത്തുള്ളി ചേർത്തു കേട്ടോ. എന്നിട്ട് അത് വഴറ്റാണ്. അപ്പൊ എനിക്ക് തോന്നി അതിലെന്തോ വെളിച്ചെണ്ണ കുറവുള്ള പോലെ എനിക്ക് ഫീൽ ചെയ്തു. അപ്പൊ എന്നുവെച്ചാൽ തീരെ വെളിച്ചെണ്ണ കുറഞ്ഞിരിക്കുന്ന പോലെയാണ്. അപ്പൊ എനിക്ക് തോന്നി കുറച്ചുകൂടെ വെളിച്ചെണ്ണ അങ്ങ് ഒഴിക്കാലോ എന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു തോന്നൽ വന്ന ഉടനെ തന്നെ അത് ഒഴിച്ചു കൊടുത്തുട്ടാ. കാരണം കുറച്ച് വെളിച്ചെണ്ണയുടെ കുറവുള്ള പോലെ തോന്നി ചീനച്ചട്ടിയില്. അപ്പൊ അങ്ങനെ പാത്രത്തിൽ വെളിച്ചെണ്ണ ഒഴിച്ച് നല്ലപോലെ അങ്ങ് വഴറ്റിയെടുക്കണം. ഇത് നല്ലപോലെ വഴഞ്ച് വന്നാലാണ് ഇതിന്റെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അതെല്ലാവർക്കും അറിയാലോ. പിന്നെ അത്യാവശ്യം ഉള്ളി ഇങ്ങനെ കെടുക്കുന്നതും നല്ലതാണ്. ഇപ്പൊ ഇത്രയും ഞാൻ വഴറ്റിയിട്ടുള്ളൂ. അതിലേക്ക് ഞാൻ കുറച്ച് മല്ലിപ്പൊടി ചേർക്കും. നമ്മൾ നാളികേരത്തിൽ ചേർത്തിട്ടുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് ഇതിലേക്ക് കുറച്ച് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇതെല്ലാം ചേർത്ത് നല്ലപോലെ സവാളയിൽ നല്ലപോലെ വഴറ്റിയെടുക്കണം കേട്ടോ. അപ്പം അങ്ങനെ അതൊക്കെ നന്നായിട്ട് വഴണ്ടു വന്നതിന് ശേഷം വേണം നമുക്ക് ഇതിലേക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചേർക്കാനായിട്ട്. അപ്പം ഇത് നന്നായിട്ട് വഴറ്റണം. ഈ വഴറ്റാന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് കഴിഞ്ഞതാ ഇതിലേക്ക് നമ്മൾ എടുത്തത് നമ്മുടെ ഗ്രീൻ പീസും ചേനയും കൂടി വേവിച്ചിട്ടുള്ള മസാല കറിയാണ് ഞാൻ വെക്കുന്നത്. അതിലേക്ക് സോയാബീനും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഗ്രീൻ പീസും ചേനയും കൂടി. ചേന അങ്ങനെ വെന്തുടയുന്ന ചേന ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് അത് ഇഷ്ടമാണ്. എനിക്ക് ചേന ഇങ്ങനെ കടിക്കാനായിട്ട് കിട്ടണം. അതിനാണ് ഞാൻ ഇത്രയും വലുതാക്കി ഇട്ടത് കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ അത് നല്ലപോലെ ഈ മുളകിലും മല്ലിയിലും മഞ്ഞൾപ്പൊടിയിലും ഉപ്പിലൊക്കെ കിടന്ന്, ഉപ്പിട്ടിട്ടാണ് വേവിച്ചിരിക്കണത്, ഒക്കെ കിടന്ന് നല്ലപോലെ വെന്ത് നമുക്ക് റെഡിയാക്കി കിട്ടണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒന്നും വഴറ്റിയെടുത്ത് ഒരു 2-3 മിനിറ്റ് 2-3 മിനിറ്റ് ഒക്കെ ഞാൻ വഴറ്റിയിട്ടുണ്ട്. എനിക്ക് അത് ഇഷ്ടമാണ്. അങ്ങനെ വഴറ്റി കഴിഞ്ഞാലാണ് അതിലേക്ക് എല്ലാം മിക്സ് ചെയ്ത് കയറുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ നന്നായിട്ട് വഴറ്റിയെടുത്തത് കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ സോയാബീൻ ചേർത്തു. സോയാബീൻ നന്നായിട്ട് കഴുകി പിന്നെ വെള്ളമൊക്കെ പിഴിഞ്ഞ് കളഞ്ഞ് ഉള്ളതാണത്. എന്നിട്ട് അത് സോയാബീൻ ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റും.
സോയ ചങ്ക്സ്, സോയാബീൻ അല്ല, സോറി ട്ടോ, സോയ ചങ്ക്സ് ചേർക്കും ട്ടോ. എന്നിട്ട് അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ അരപ്പ് ഒഴിക്കും. നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരുന്ന അരപ്പ് അതിലേക്ക് ഒഴിച്ച് നല്ല പോലെ അങ്ങ് മിക്സ് ചെയ്യും. ആദ്യം നമ്മൾ വെള്ളം ഒഴിക്കാനായിട്ട് മുമ്പ് ഇത് എല്ലായിടത്തേക്കും ഇളക്കി മറിച്ചെടുക്കണം. എന്നിട്ട് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് കുക്കറിലുള്ള എന്താ പറയാ, നമ്മുടെ മിക്സിയിലുള്ള വെള്ളമൊക്കെ കുറച്ച് ഒഴിച്ച് അതിൽ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കും ട്ടോ. ദാ ഈ പരുവത്തിൽ ഇരിക്കും നമ്മുടെ കൂട്ടാൻ. എന്നിട്ട് നമ്മൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചീനച്ചട്ടി അടുപ്പത്തിച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഉള്ളി മൂപ്പിച്ചെടുക്കും. ഞാൻ അതൊന്നും എടുക്കാനായിട്ട് എനിക്ക് പറ്റിയില്ല കേട്ടോ. ഇതാണ് എൻ്റെ ചോറ് റെഡിയാക്കി വെച്ചു. ഞാൻ ഏട്ടന് കൊണ്ടുപോകാനുള്ള ചോറ്. അങ്ങനെ ഏട്ടൻ ഓഫീസിലേക്ക് പോവായിട്ടോ. ഏട്ടൻ ഓഫീസിലേക്ക് പോകുന്ന ഗ്രീൻ പീസ് കൂട്ടാനും കൊണ്ടാണ് ഏട്ടൻ ഓഫീസിൽ പോയത്. ഇന്ന് രാവിലെ കഞ്ഞിയായിരുന്നു ഏട്ടന് എപ്പോഴും കഞ്ഞി തന്നെ ആയിരിക്കും. ഞാൻ എന്തെങ്കിലും ഫ്രൂട്ട്സ് ഒക്കെ കഴിച്ച് ഇങ്ങനെ നടക്കും രാവിലെ കേട്ടോ. വേറെ എന്തെങ്കിലുമൊക്കെ കഴിക്കും. പിന്നെ ഏട്ടൻ പോകണത് കുറച്ച് നേരം അങ്ങ് നോക്കി നിന്ന് പോയിന്നേ, എന്താന്നറിയില്ല, ഓരോ സുഖം, അങ്ങനെ അങ്ങനെ നോക്കി നിന്നു. ഇതാണ് കേട്ടോ എൻ്റെ കറി. അങ്ങനെ ഞാൻ ചോറെടുത്തിട്ട് ഉച്ചയ്ക്ക് ഞാൻ ചോറ് ഉണ്ണാനായിട്ട് എടുത്തതാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ എടുത്ത് അതിലേക്ക് കറി അങ്ങ് ധാരാളം ഒഴിക്കും. എനിക്ക് കറി ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് ചേനയും സോയാബീനൊക്കെ കഴിക്കാൻ എനിക്ക് ഇഷ്ടമാണ്. അപ്പൊ ഞാൻ അതൊക്കെ ധാരാളം എടുത്തിട്ട് ഒത്തിരി കറി ഒഴിച്ചിട്ട്, കുറച്ച് ചോറും ധാരാളം കറി ഒഴിച്ചിട്ട് അങ്ങ് കഴിക്കാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ ഞാൻ അതൊക്കെ ഇങ്ങനെ കഴിക്കാന്ന് വിചാരിച്ചപ്പോഴാണ് അച്ചാർ എടുക്കാന്ന് വിചാരിച്ചത്. അച്ചാറില്ല, വീഴട്ടെ രണ്ടാമതും കൂടി എടുത്തിട്ടാണ് കേട്ടോ ഞാനത് ഇട്ടത്. കണ്ടോ, ഇതാണ് എൻ്റെ ചോറും കറിയും. അങ്ങനെ ഞാനത് കുഴച്ച് കഴിക്കാന്ന് വിചാരിച്ചു. എനിക്ക് ഫോൺ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി പിടിക്കാൻ പറ്റാത്ത കാരണം കേട്ടോ, ഞാൻ എൻ്റെ കൈകള് ഊണ് കഴിക്കുന്നത് മാത്രമായിട്ട് ഇങ്ങനെ എടുക്കാന്ന് വിചാരിച്ചതായിരുന്നു. അത് സാധിച്ചില്ല. അത് ഞാൻ ഊണ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എനിക്കത് ഇങ്ങനെ മാറ്റാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെയൊക്കെ ആയിരുന്നത്. അപ്പൊ ഇങ്ങനെ കുഴച്ച് അങ്ങനെ കഴിക്കുകയാണ് ഞാൻ. അപ്പൊ അത് ഒരു ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു, നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. കാരണം നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന മസാലപ്പൊടിയാണ് ഏറ്റവും നല്ലത്. നമ്മൾ ഒരിക്കലും പുറത്തുനിന്ന് മേടിച്ചിട്ടുള്ള മസാലപ്പൊടി നന്നായിട്ട് നല്ല ബ്രാൻഡ് നോക്കിയിട്ട് മേടിക്കണം. അപ്പൊ ഞാൻ അങ്ങനെ ഉപയോഗിക്കാറില്ല. അങ്ങനെ ഞാൻ ഇതൊക്കെ കഴിഞ്ഞ് പുറത്തേക്കൊന്നും ജനാല കൂടെ നോക്കിയപ്പോൾ കണിക്കൊന്ന പൂത്തുക്കണോ. അപ്പോഴാണ് വിഷു വരാറായി. അപ്പൊ എല്ലാവർക്കും അച്ചിന്ത്യ പ്രിസ ഫാമിലി വ്ളോഗ് സൈനിങ് ഓഫ്. ടാറ്റാ, ബൈ. ഇതൊരു നല്ല കാഴ്ചയല്ലേ. എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് ടാറ്റാ, ബൈ.